CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ്ടും ഇഡിയുടെ വ്യാപക റെയ്ഡ്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിന്റെ ഫ്ളാറ്റിലും വീട്ടിലുമടക്കം കോഴിക്കോട്ടെ 8 ഇടങ്ങളിലായിരുന്നു പരിശോധന. കഴിഞ്ഞ റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറിയിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ ചില വിവരങ്ങൾ ഇഡിക്ക് കിട്ടിയിരുന്നു. മെയ് 27-ന് വീണ ടിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇഡി ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. നിഖിൽ, നന്ദുലാൽ, ഷൈജൽ, ഫൈജാസ് എന്നിവരടക്കം 7 പേരുടെ പേരുകളാണ് ആ ഡയറിയിലുണ്ടായിരുന്നത്. ഇവർ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണയും റിയാസിന്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. റിയാസിന്റെ സുഹൃത്ത് P. നിഖിലിന്റെ ഫ്ളാറ്റിലും വീട്ടിലുമടക്കം കോഴിക്കോട്ടെ 8 ഇടങ്ങളിലായിരുന്നു റെയ്ഡ്. നിഖിലിന്റെ സോളസ് എന്ന കമ്പനി, വെസ്റ്റ് ഹിൽ DYFI മേഖലാ സെക്രട്ടറി നന്ദുലാലിന്റെ വീട്, പന്തീരാങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് എന്ന സ്ഥാപനം എന്നിവിടങ്ങളിൽ പരിശോധനകൾ നടന്നിട്ടുണ്ട്. ഫ്ളാറ്റിലെ പരിശോധനകൾക്കിടെ നിഖിലിന്റെ മൊഴി ഇഡി രേഖപ്പെടുത്തി. നിഖിലിന്റെ ഫ്ളാറ്റിലേക്ക് എത്തിയ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ചു. അപ്പോൾ ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. വീണ ടി പാർട്ട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ നടന്നിട്ടുണ്ട്. നേരത്തെ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 16.5 ലക്ഷം രൂപ ഇഡി മരവിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.